ഒറിജിനൽ സ്കോക്ക്, അടിനാശം, വെള്ളപ്പൊക്കം. റൈറ്റർ ഡയറക്ടർ AJ വർഗീസ്. ഇദ്ദേഹം നല്ല ഒരു അടിക്കാരൻ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അടിയുണ്ട്. അടി കപ്പിയരെ കുട്ടമണി, ഉറിയടി, ഇപ്പോൾ ഇതാ അടി നാശം, വെള്ളപ്പൊക്കം. DOP സൂരജ് ആനന്ദ്. നൈറ്റ് സീൻസൊക്കെ നന്നായിരുന്നു. 1-2 നൈറ്റ് സീൻസേ ഉള്ളൂ, പക്ഷേ നല്ല നൈറ്റായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പുള്ളിങ്ങൊക്കെ ഉണ്ട്, ചിലതൊക്കെ ഔട്ടായതായിട്ടും പിന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എഡിറ്റിംഗിൽ ചോപ്പോൾ കാക്ക എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബ്രസീലിയൻ കാക്ക, അതുപോലെ ഒരു കാക്ക. പിന്നെ കിളി എന്ന് പറഞ്ഞിട്ട് അറിയാലോ, അപ്പോൾ കിളി കാക്ക എന്നൊക്കെയാണ്, ഇലക്ട്രോണിക് കിളി. അപ്പോൾ അദ്ദേഹമാണ് സോങ്സ് ചെയ്തിരിക്കുന്ന. സോങ്സ് കൊള്ളൂല, 2 സോങ്സ് ഉണ്ട്. ഒരു ഐറ്റം സോങ്, അത് പിന്നെ ഒരു ടിപ്പിക്കൽ ഐറ്റം സാധനമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം ഒരു പാട്ടുണ്ട്, ഒരു ഓള സോങ്. മ്യൂസിക് ഡയറക്ടർ ഒരാൾ കൂടെ ഉണ്ട്, ഹരീഷ് രാമകൃഷ്ണൻ. മറ്റേ റബ്ബർ ബാൻഡ് പോലെ വലിച്ച് പാടുന്ന ആൾ. ഇത് രാമകൃഷ്ണ ഹരീഷ്. അപ്പോൾ ഏത് പാട്ട് ആരാണ് ചെയ്തതെന്ന് അറിയില്ല. ഇലക്ട്രോണിക്കലി ചെയ്ത പാട്ട് ഏതാണെന്നും ഇദ്ദേഹം ചെയ്ത രാമകൃഷ്ണ ഹരീഷ് ചെയ്ത പാട്ട് ഏതാണെന്നും അറിയില്ല. എന്തായാലും 2 പാട്ടും കൊള്ളൂല. പിന്നെ ഗസ്റ്റ് മ്യൂസിക് ഡയറക്ടർ സുരേഷ് പീറ്റേഴ്സ്. എന്തോ ശ്രീരാഗ് സുരേഷാണ് BGM ചെയ്തിരിക്കുന്ന ഒറിജിനൽ സ്കോർ. ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി തന്നെ, വെറുതെ ഇങ്ങനെ മുട്ട്. പിന്നെ കുറേ ഇംഗ്ലീഷ് റാപ്പ്. ഇപ്പോൾ എല്ലാ സിനിമയിലും ഇംഗ്ലീഷ് റാപ്പിൻ്റെ വയറിളക്കുക. കഴിഞ്ഞ ദിവസം ധീരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു, മറ്റേ മണികണ്ഠൻ അയ്യപ്പൻ ചെയ്ത്. അപ്പോൾ ഇതിങ്ങനെ കുറേ ഇങ്ങനെ റാപ്പും ഇത് ഇട്ടിട്ട് അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഭയങ്കര ഓവറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഓവറായിരുന്നു. സിനിമയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് കുറച്ച് അഫ്രോസ് വന്നിട്ട് മറ്റേ ബ്ലാക്ക് അഫ്ഗാനി എന്ന് പറഞ്ഞ കഞ്ചാവ് ലേഹ്യ ഡ്രഗ് സാധനം, അതിൻ്റെ ഡീലിങ്ങും മറ്റേ ജോൺ വിജയൊക്കെ ഉണ്ട്. നമ്മുടെ ലൂസിഫറിലെ ലാലേട്ടൻ നെഞ്ചത്ത് കയറെടുത്ത് വെച്ചില്ലേ, തമിഴ്നാടൻ പുള്ളിയുണ്ട്. പിന്നെ അതിന് ഒരു ഐറ്റം സോങ് പരിപാടിയൊക്കെ. പിന്നെ നേരെ കോളേജ് ക്യാമ്പസിലേക്കാണ്. മഞ്ജു പിള്ളൈ ആണ് കോളേജ് പ്രിൻസിപ്പൽ. മഞ്ജു പിള്ളൈ ഒരു പൊട്ടിയടിച്ച പ്രിൻസിപ്പൽ. അവർ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അശോകൻ, നമ്മുടെ അമരം. അപ്പോൾ പുള്ളിയുടെ റെഫറൻസ്, അമരം റെഫറൻസ് തന്നെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കുറേ റെഫറൻസ് ഉണ്ട്, ആരിക്കൊരു റെഫറൻസസ് ഉണ്ട്. അശോകൻ്റെ ക്യാരക്ടർ ഭയങ്കര വെറുപ്പിക്കൽ ക്യാരക്ടറാണ്. പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഈ സിനിമയിലെ സ്റ്റുഡൻസിനെ കുറിച്ച്. കോളേജ് ആകുമ്പോൾ ടീച്ചേഴ്സ് മാത്രമല്ലല്ലോ, സ്റ്റുഡൻസും ഉണ്ടോ. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളവന്മാർ. ഇതുപോലത്തെ സ്റ്റുഡൻസ് കാസ്റ്റിങ് ഞാനെടുത്ത കാലത്ത് കണ്ടിട്ടില്ല. പഴയ സിനിമയിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോഴും എന്ത് സ്റ്റുഡൻസാണ് അത്? വെറും കളവന്മാർ. അതിൽ പിന്നെ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് സഞ്ജയ് തോമസ് ചെയ്ത കഥാപാത്രം വരുൺ രാമമൂർത്തി. ഭയങ്കര പഠിപ്പിയാണ്, ഒരു മൊണ്ണ ക്യാരക്ടർ. അപ്പോൾ യച്ചാതി വെറും കളവേ. എന്നിട്ട് മീശയൊക്കെ പഠിച്ച സ്റ്റുഡൻ്റായിട്ട്, അയ്യാ എന്ത് സ്റ്റുഡൻ്റാണ് ഇങ്ങനെ ഉണ്ടൊരു സ്റ്റുഡൻറ്റ്. എന്നിട്ട് പുള്ളിയെ കണ്ട കറക്റ്റ് ഒരു മുരളി ഗോപി നമ്മുടെ നൂലിൻ്റെ വിജീഷനെ കൂടെ മിക്സാക്കിയൊരു രൂപം. അടുത്തത് വിനീത് മോഹൻ ചെയ്ത കഥാപാത്രം, അതും കളവൻ. എന്നിട്ട് ബോലോക ഉറപ്പിക്കലും അപരാധിക്കലും. ഇത് തന്നെ പുള്ളിയുടെ സീൻസ് പറഞ്ഞാൽ അപരാധ സീൻസ്. എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്, പുള്ളി ഡ്രഗിയൊക്കെയാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കഥാപാത്രമാണല്ലോ. അപ്പോൾ എന്ത് കാണിക്കാമെന്ന് വെച്ചിട്ട്, പക്ഷേ ഇത് സഹിക്കാൻ പറ്റണ്ടേ, ഇങ്ങനെ കാണിക്കുക. ഇതിലൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെല്ലിന് ശേഷം പുള്ളി ഇല്ല. എനിക്ക് തോന്നുന്നു പുള്ളി പ്രായാധിക്യം കാരണം മറ്റേ തൈലന്തൂരത്താത്തിലെടുത്തങ്ങ് പോയെന്ന് തോന്നുന്നു, മറ്റേ ഉഴിച്ചിലങ്ങ് പോയെന്ന് തോന്നുന്നു. പുള്ളിയില്ല, അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. വെറുപ്പിക്കൽ ഇൻ്റർവെൽ വരെ ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഷൈൻ ടോമിൻ്റെ പരിപാടി ഉണ്ട്, അത് ഞാൻ പറയാം. പുള്ളി സാധാരണ ഇങ്ങനെ മട്ടത്ത് കയറ്റ് ചെയ്യുന്നത്, ആളെ കിട്ടാതാകുമ്പോഴേ സീരിയലൊക്കെ മട്ടത്ത് കയറ്റും, അടിച്ചങ്ങ് തൂക്കും ചുമരിൽ. ഇത് പുള്ളിയെ കാണിക്കുന്നില്ല. പുള്ളി ഡീഡക്ഷൻ സെൻറ്ററിൽ എവിടെ പോയി എന്നാണ് പറയുന്നത്. പുള്ളി ഇല്ല, പിന്നെ പടത്തിലേ ഇല്ല. അടുത്തത് മൂത്ത കളവൻ സ്റ്റുഡൻറ്റ് സജിത്ത് അമ്പാട്ട് ചെയ്ത കഥാപാത്രം. അയ്യോ മറ്റേ രാമമൂർത്തി കഥാപാത്രം ചെയ്തതിനേക്കാളും മൂത്തത് ഇത്. പ്രിൻസ് ജൂനിയർ അദ്ദേഹം ചെയ്ത കഥാപാത്രം. പുള്ളിയെ കാണുമ്പോൾ പുള്ളിയുടെ ഓവർ അപ്പിയറൻസിൽ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് നമുക്ക് തോന്നും. പുള്ളിയെ മാത്രം കേട്ടോ, മറ്റേ 3 ആൾക്കാരും വെറും കളവന്മാർ. പിന്നെ നായിക കഥാപാത്രം എന്ന് പറയാൻ കഴിയുന്ന ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ലിസബത്ത് ടോമി. അവർ കൊള്ളായിരുന്നു. അവർ യങ്ങാണ്, പിന്നെ സ്റ്റുഡൻ്റായിട്ട് തോന്നും. ആക്ടിങ് കുഴപ്പമില്ല. പക്ഷേ ഈ പരട്ടക്കളവന്, ഈ രാമമൂർത്തി കഥാപാത്രത്തിന് പിന്നെ ഇവളെടുത്ത് പ്രണയം രാമമൂർത്തിക്ക് എൻ്റെ അമ്മ പൂവെല്ലാം എടുത്തിട്ട് ശ്രീകാന്ത് വെട്ടിയാർ, നമ്മുടെ വെട്ടിയാർജി, അദ്ദേഹം ഇതിലൊരു കഥാപാത്രം, കുറേ സീൻസുള്ള കഥാപാത്രമാണ്. ഇൻക്ലൂഡിങ് ക്ലൈമാക്സിലൊക്കെ പുള്ളി ഇഷ്ടം പോലെ ഉണ്ട്. സാധാരണ പുള്ളി സിനിമകളിൽ ഒരു സീനിലൊക്കെ കാണാറുള്ളൂ. ഇതിൽ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഒരു കാട്ടുവാസിയായിട്ട്, കാട്ടുമൂപ്പൻ്റെ മോൻ. അപ്പോൾ ഇതിൽ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ശ്രീകാന്തിൻ്റെ വെട്ടിയാർജിയുടെ സീൻസും ഡയലോഗ്സൊക്കെ മൂപ്പറനെ എഴുതിയത്. കാരണം പുള്ളിയുടെ വീഡിയോസ് സ്ഥിരം കാണുന്നുണ്ട്, നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല ഡയലോഗ്സും സീൻസൊക്കെ കണ്ടാലും. അപ്പോൾ ചിലതൊക്കെ വർക്കായിട്ടുണ്ട്. പുള്ളിയുടെ സീൻസ് പുള്ളി കൈ നിട്ട സാധനങ്ങളായതുകൊണ്ട്
പക്ഷേ ചിലതൊക്കെ ക്രിഞ്ചും പിന്നെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന സാധനവും പിന്നെ കുറേ അനാവശ്യമുള്ള റെഫറൻസൊക്കെ. ഈ ആറാട്ടണ്ണനൊക്കെ ഇപ്പോഴും എന്തിനും റെഫറൻസ് എടുക്കുന്നത്? ആറാട്ടണ്ണൻ തന്നെ ഫീൽഡ് ഔട്ടായി, എന്നിട്ട് പുള്ളിയെ റെഫറൻസ് എടുക്കുക. പിന്നെ ഈ സിനിമയിൽ കുറേ റെഫറൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളയിൽ വരണം എന്ന് പണ്ടേത് പള്ളിയിലച്ചൻ പറഞ്ഞുണ്ട്. പിന്നെ മണിച്ചിത്രത്താഴ് റെഫറൻസ് ഉണ്ട്, പുലിമുരുകൻ റെഫറൻസ് ഉണ്ട്, അശോകനെ നേരത്തെ പറഞ്ഞില്ലേ അമരം റെഫറൻസ് ഉണ്ട്. അങ്ങനെ കുറേ തൊട്ടനും പിടിച്ചതിനൊക്കെ റെഫറൻസ് ഉള്ളൊരു സിനിമയത്. 2 റെഫറൻസും കൂടി ഉണ്ടായിരുന്നത്. ഒന്ന് റിയാസ് ഖാനെ അടിച്ച് കയറി വാ, പിന്നെ ഒറ്റയാൻ വീണ്ടും കാട് കയറി തുടരും റെഫറൻസ്. പിന്നെ ബൈജു സന്തോഷ്, പുള്ളിക്ക് ടൈലർ മെയ്ഡ് ക്യാരക്ടറാണ്. പുള്ളി ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ, അങ്ങനെ എന്തോ. അപ്പോൾ പുള്ളിയുടെ സ്ഥിരം സാധനങ്ങൾ പുള്ളി നന്നായിട്ട് ആ രീതി തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗ്സ് ഉണ്ട്, ചില സാധനം ഉണ്ടല്ലോ, ഒരു ഇതോളം ഇവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നു. ഇതിലുള്ള 1-2 കോമഡി സീൻസ് പറയാം. അത് പറഞ്ഞാൽ കേട്ടാൽ തന്നെ മനസ്സിലാവും സിനിമയുടെ ഒരു അളവ് മനസ്സിലാവും. അതായത് പിന്നെ ഈ വിനീത് മോഹൻ ചെയ്ത വെറുപ്പി ക്യാരക്ടർ കോളേജിൽ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അതിൽ ആ സ്റ്റേഷനിൽ കയറിയിട്ട് എന്തൊക്കെയോ അവരാധം വിളിച്ച് പറയാം. ഇതൊക്കെയാണ് കോമഡി. പിന്നെ മലയാള സിനിമയിൽ തന്നെ 1500 പ്രാവശ്യം കാണിച്ച കോമഡി, അതായത് ബോംബ് പൊട്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തീപിടിച്ചിട്ട് ചെവിയിൽ നിന്നും വായിന്നൊക്കെ പുക പോവുക, ഡ്രസ്സ് കയറുക, എന്നിട്ട് മുഖത്തും ദേഹത്തെല്ലാം കരി അതിങ്ങനെ നിൽക്കൂലേ. ഇതെല്ലാം കണ്ട് ഇപ്പോഴും ചിരിക്കും ആൾക്കാർ, അല്ലെങ്കിൽ ചിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് പോലും എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു മോട്ടിവേഷണൽ മൊട്ട, അങ്ങനെ അത് ഇങ്ങനെ പോയി. ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഷൈൻ ടോമിൻ്റെ എൻട്രിയോട് കൂടിയാണ്. ഷൈൻ ടോമിൻ്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ ടോം ഒരുമാതിരി പിച്ചക്കാരൻ്റെ താടിയൊക്കെ വെച്ചിട്ട് എന്തോ കൊളംബസ് എന്നൊക്കെ പറഞ്ഞ എന്തോ ഡോണോ ഡ്രഗ് ഡീലർ തലവനോ അങ്ങനെ കണ്ട. അപ്പോൾ ഷൈൻ ടോം ഇങ്ങനെ വരിക പിച്ചക്കാരൻ്റെ താടിയൊക്കെ വെച്ചിട്ട് ഇരുട്ടത്ത് ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ ഷൈൻ കാണിക്കുന്നത്. ഷൈൻ്റെ പിന്നാരെയല്ലോ ഡയലോഗ് ഡെലിവറി പരിപാടിയൊക്കെ. മറ്റേ എന്താ ബ്ലാക്ക് പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, എന്നാലും ഇടയ്ക്കൊക്കെ വലിഞ്ഞു പോകുന്നുണ്ട് ഷൈൻ്റെ സ്ഥിരം സാധനം. ഷൈൻ്റെ ക്യാരക്ടർ ഭയങ്കര കൊളംബസ് എന്നെല്ലാം പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് വെറും കോമഡി പീസായിപ്പോയി. ലാസ്റ്റ് ഏതോ പെണ്ണുങ്ങളെ ചന്തിക്ക് തോണ്ടിയിട്ട് നാട്ടുകാരെടുത്തിട്ട് പട്ടിയെ തല്ലുമ്പോൾ അതിലേക്ക് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടറിനെ. എന്തോ ഒരു ക്യാരക്ടർ, പക്ഷേ ഭയങ്കര സ്റ്റൈലിഷാണ് പുള്ളി. ഫസ്റ്റ് പിച്ചക്കാരൻ ലുക്ക് മാറി, പിന്നെ പുള്ളി ഒരു വേറെ മേക്ക് ഓവർ വരുന്നുണ്ട് മീശ മാത്രം വെച്ചിട്ട്. അതിൽ പുള്ളി ഭയങ്കര സ്റ്റൈലിഷാണ്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ സ്ലോ മോഷൻ സീൻസിനും സിഗ് വലിക്കുന്നതൊക്കെ ഭയങ്കര സ്റ്റൈലിഷാണ്. പുള്ളിയെ കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഇതുപോലത്തെ അപരാധ സീൻസ് അവസാനമൊക്കെ കൂട്ടപ്പൊരിച്ചില്ല. ആനയൊക്കെ വരുന്നുണ്ട്, ശ്രീകാന്ത് വെട്ടിയാർ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ബാബു ആൻ്റണി വന്നിട്ട് ബാബു ആൻ്റണിയോട് വെട്ടിയാട് ചോദിക്കുക നിങ്ങൾ ഫീൽഡ് ഔട്ട് ആയില്ലേ. എന്നിട്ട് ബാബു ആൻ്റണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്ററല്ലേ. അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളി കെട്ടിപ്പിടിക്കാൻ ബാബു ആൻ്റണി വേണോ അടിയിനിടയിൽ കെട്ടിപ്പിടിക്കാൻ. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുക. റാങ്ക് മാർക്കണ്ടേ കാര്യമായിട്ടുള്ള റോളൊന്നുമല്ല. പിന്നെ ഈ ജോൺ വിജിയുടെ ക്യാരക്ടറിൻ്റെ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്തോ ഒരു ഭയങ്കര ഒരു മാതിരി സൗണ്ട്. സുബിൻ ഡാവസൻ അവസാനം വന്നിട്ട് വിദ്യാഭ്യാസം എന്ന് പറയണേ, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആളാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഐറണിയൊക്കെ ഉണ്ട്, എന്തോ അതായത് ഇങ്ങനെ ഒരു നീലക്കൊടുവയിലേക്കില്ലേ ആടില്ലേ, അതുപോലെ എല്ലാവരും കൂടെ ഈ ബ്ലാക്ക് അഫ്ഗാനി പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അതിൻ്റെ പുറകെ പോയി അതുകൊണ്ട് ഉണ്ടാവുന്ന പരിപാടികൾ എങ്ങോട്ട് അവസാനം കൂട്ടപ്പൊരിച്ചിലും അങ്ങനെ ഭയങ്കരമായ ഒരു സിനിമയാണ്. അതായത് കുറേ വെറുപ്പിക്കലും കുറേ അപരാധങ്ങളും.